ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഹെഡ് ബോർഡ് വരുന്നുണ്ട്, ചാർക്കോൾ പാനലാണ്. അതോടൊപ്പം സീലിംഗ് ടിപ്പിക്കലായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ജിപ്സം വിത്ത് പ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ ചെയ്തിട്ടുണ്ട് അതിൽ കേട്ടോ. പിന്നെ ഞാൻ ഇരിക്കുന്നത് കോട്ട്, പിന്നെ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബ്, ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ഹെറ്റിച്ചിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്റ്റഡി ടേബിൾ ചെയ്യുന്ന ഡ്രോവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മിറർ യൂണിറ്റ്, ഒരു മിറർ അതിൻ്റെ അപ്പുറത്തൊരു MS ഒരു പൗഡർ കോട്ടഡായിട്ട് ഒരു സ്റ്റോറേജ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഐഡിയ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നന്നായിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് അതിൻ്റെ മുമ്പ് തന്നെ ഒരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ ഓണർ അല്ലെങ്കിൽ ക്ലയൻറ്റിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ 3D ചെയ്ത് കൊടുക്കും. നമ്മൾ സാധാരണ എലിവേഷൻ മാത്രം 3D ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ അതൊന്നും വിട്ടിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഒരു 3D നല്ല 360 വ്യൂ മൊത്തം വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ കാണുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്കിൻ്റെയാണ്. അത് ഞങ്ങൾക്ക് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ശരിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണ പോലെ. അതായത് നമ്മൾ എൻട്രൻസ് എത്തി, ക്ലിക്ക് ചെയ്ത് ലിവിങ് റൂമിലേക്ക് കയറി. ലിവിങ് റൂമിൻ്റെ 4 സൈഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 4 സൈഡ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. 4 ചുമരിൽ എന്താ വരുന്നത്, അതേപോലെ തന്നെ സീലിങ്ങും പിന്നെ ബോട്ടവും കൂടി നോക്കാം. നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷനും ക്ലയൻറ്റിന് വരാനില്ല. കുറച്ച് അധ്വാനവും കുറച്ച് സമയവും പിന്നെ പൈസയും ചിലവുള്ള കാര്യമാണ്. പക്ഷേ പെർഫെക്റ്റ് ആയിരിക്കണ്ട. നമ്മളൊരു കുലത്തൊഴിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആശാരി എന്നുള്ള രീതിയിൽ അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാമെന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓപ്പൺ കോർട്ട്യാർഡ്, സ്റ്റെയർ കേസ് കണ്ട എല്ലാ ചുമരിലും നമ്മൾ ഈവൻ ചെറിയൊരു ഡീറ്റെയിൽ ഫോട്ടോൻ്റെ ഡീറ്റെയിൽ പോലും അതിൽ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്. പിന്നെ കളറോ കാര്യങ്ങളോ എന്തെങ്കിലും ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച സ്റ്റഡി ചെയ്യുക. ഒരാഴ്ച സ്റ്റഡി ചെയ്തിട്ട് ഇത് വേണ്ട നമുക്ക് കളർ എന്തെങ്കിലും മാറ്റണം പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷനും വേണ്ട. അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ആ ബെഡ്റൂമിൽ 4 വ്യൂ നമുക്ക് നോക്കാം. സ്റ്റഡി ടേബിൾ, കോട്ട്, ബാക്ക്, വാള്, ഹെഡ് ബോർഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. സീലിങ്ങിൽ എന്താ വരുന്നത്, കർട്ടൻ്റെ കളർ വരെ നമുക്കിതിൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അത് അടുത്ത റൂമിലേക്കും നമ്മൾ പോകുക. അത് ഡ്രസ്സിങ് റൂമാണ്, പൗഡർ റൂമാണ്. പൗഡർ റൂമിൽ വാർഡ്രോബ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഡിസൈൻ. ഈവൻ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് പോലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റിന് കറക്റ്റ് 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം എല്ലാ ഭാഗത്തുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഇത്. ഇതിപ്പോൾ പ്രെയർ റൂമാണ്. അതിൽ നമുക്ക് സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സിറ്റിംഗ് അല്ല, ശരിക്കും നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബെഡാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും അഡീഷണൽ വന്നു കഴിഞ്ഞാൽ അവർ കിടക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് 100% നീതി പുലർത്തുക. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്ത് പറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ.